നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. നിങ്ങൾ മൈഗ്രെയിൻ തലവേദന ഉള്ള എല്ലാവരും വിക്സൊക്കെ എടുത്തിട്ട് നെറ്റിയിലൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം തോന്നാറുണ്ടോ? അപ്പോൾ അത് തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊരു സുഖമാണ് കിട്ടുന്നത്? അപ്പോൾ ഈ ഒരു മൈഗ്രെയിൻ എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾക്ക് ഈ നെറ്റിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ തലേനുള്ളിലോ ഒക്കെ വരുന്നൊരു പ്രശ്നമാണോ? അപ്പോൾ പലരും തന്നെ ഇങ്ങനെ തലവേദന വരുന്ന സമയത്ത് ഈ നമുക്ക് നെറ്റിയിലാണ് അല്ലെങ്കിൽ നമുക്ക് തലയിലെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ആയിട്ടായിരിക്കാം ആ ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പലരും തല കെട്ടിയിട്ടിട്ട് കിടക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വല്ലാതെ പ്രസ് ചെയ്തിട്ട് തലേൻ്റെ നെറ്റിയുടെ ഭാഗം പ്രസ് ചെയ്തിട്ടൊക്കെ കിടന്നുറങ്ങുന്നത്. പക്ഷെ ശരിക്കും നിങ്ങളൊന്ന് നോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, അത് നിങ്ങൾ ആ ഒരു ദിവസം നിങ്ങളുടെ ഭക്ഷണ രീതിയിലോ അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസങ്ങളിലായിട്ട് നിങ്ങളുടെ ഭക്ഷണ രീതിയിലൊക്കെ വന്ന മാറ്റങ്ങൾ കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മളടുത്ത് ഒരുപാട് മൈഗ്രെയിൻ പേഷ്യൻസ് വരുന്നുണ്ട്. ഈ പേഷ്യൻസിനോടെല്ലാം തന്നെ നമ്മൾ പറയുന്നത് നിങ്ങളുടെ ഫുഡ് റൂട്ടീനിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തേണ്ടതുണ്ട്. ഈ ചേഞ്ചസ് നിങ്ങളുടെ ഭക്ഷണ രീതിയിൽ അല്ലെങ്കിൽ ഭക്ഷണ ക്രമീകരണം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ലൊരു രീതിയിൽ തന്നെയുള്ള റിലീവ് ഉണ്ടാവും. അപ്പോൾ നമ്മളെടുത്ത് വരുന്ന പേഷ്യൻസിനാണെങ്കിലും പലരും MRI CT സ്കാൻ എല്ലാം എടുത്ത് വരുന്ന ആളുകളാണ്. അപ്പോൾ അതെല്ലാം നോക്കുമ്പോൾ അവർക്ക് നോർമലാണ്. പക്ഷേ എന്തുകൊണ്ട് ഇത് വരുന്നു? അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ നിങ്ങൾ വയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റ്സ് ആണ്. അതായത് നിങ്ങൾ തലവേദന വന്നിട്ട് അതിൻ്റെ മുൻപായിട്ടുള്ള 2 ദിവസം കഴിച്ച ഭക്ഷണത്തിൻ്റെ മാറ്റം കൊണ്ടല്ല, അത് ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രിഗർ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ കുറേ ആയിട്ട് നിങ്ങളുടെ വയറിന് ഉണ്ടാക്കി വെച്ച കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഭക്ഷണത്തിലൂടെയും നിങ്ങൾ അല്ലാതെ നോർമലി നമ്മുടെ എക്സസൈസ് ഇല്ലാത്തൊരു ജീവിതം, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുള്ള ജോലികൾ, സ്ട്രെസ്സ്, ടെൻഷൻ, ബോഡിയിൽ വന്ന ഹോർമോണൽ ഇംബാലൻസ്, ഇതെല്ലാം തന്നെയാണ് നമുക്ക് ഈ ഒരു മൈഗ്രെയിൻ തലവേദനയ്ക്കുള്ളൊരു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അതിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക നമ്മൾ നമ്മുടെ ഗട്ടിനെയാണ്. നമ്മുടെ കുടൽ, വയറ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കാരണം ഇത് രണ്ടും ഇംപ്രോപ്പർ ആവുക, അല്ലെങ്കിൽ ഇതിനുള്ളിൽ വരുന്ന ഒരു മ്യൂക്കോസൽ ഇതിന് പ്രശ്നങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ ആസിഡ് പ്രൊഡക്ഷന് മാറ്റങ്ങൾ വരുന്നത്, ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ഈ പറയുന്ന പോലുള്ള മൈഗ്രെയിൻ ഉണ്ടാവുന്നത്. അപ്പോൾ മൈഗ്രെയിൻ ഉള്ള ആളുകളിൽ കോമൺ ആയിട്ട് കാണുന്നൊരു പ്രശ്നമാണ് വായ്പുണ്ണ്, അല്ലെങ്കിൽ വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് എരിച്ചിൽ, ഇത്തരം ബുദ്ധിമുട്ടുകൾ. അല്ലെങ്കിൽ ഈ ഓക്കാനം, പുളിച്ചു തേട്ടി വരിക, ഛർദ്ദിക്കുക, പിന്നെ ഒരു ഹെവിനെസ് ആണ് തലയ്ക്ക്. ചിലപ്പം സ്റ്റാർട്ടിങ്ങിൽ എല്ലാവർക്കും ഒരു ഹെവിനെസ് ആയിരിക്കും. അപ്പോൾ അതെന്തോ സംതിങ് ഉണ്ട്, അത് പുറത്തോട്ടങ്ങ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളങ്ങ് ഓക്കെ ആവും. ആ രീതിയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക ആളുകളുടെ കേസ് നോക്കുകയാണെങ്കിലും അവർക്ക് ഈ ഒരു വോമിറ്റിംഗ് ഉണ്ടാവും, ഛർദി ഉണ്ടാവും. ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ഏകദേശം അവർക്ക് ആ തലയിൽ നിന്ന് ആ ഒരു ഹെവിനെസ് ആണ്. ശരിക്കും നിങ്ങൾക്ക് വേദനയായിട്ടല്ല, അപ്പോൾ നിങ്ങളൊരു തലവേദനയും പനിയും വരുന്ന ആ ഒരു ബുദ്ധിമുട്ടല്ല നിങ്ങൾക്ക് ഈ ഒരു ഹെവിനെസ് വരുന്ന സമയത്ത്. ഈ ഹെവിനെസ് എന്ന് പറയുമ്പോൾ നമുക്ക് തല അനക്കാൻ പറ്റില്ല, തല കുനിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, എങ്ങോട്ട് നോക്കാൻ പറ്റില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ലൈറ്റൊക്കെ അടിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു ഹെവിനെസ് നമുക്ക് വല്ലാതെ അങ്ങ് കൂടും. സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും ആ ഒരു സമയത്ത്. ട്രാവൽ ചെയ്യാനേ പറ്റില്ല, കുറച്ച് ദൂരമൊക്കെ ഒന്ന് ട്രാവൽ ചെയ്യുമ്പോഴേക്കും തന്നെ നമുക്കങ്ങ് ഭ്രാന്താവും. ഇതൊക്കെ തന്നെ മൈഗ്രെയിൻ ഉള്ള ആളുകളുടെ ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ചില പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് കറക്റ്റ് സിംറ്റംസ് ഉണ്ടായിരിക്കും. അതായത് അവർക്ക് വയറ്റിൽ നിന്ന് പോകുന്നത് ശരിയല്ല, നെഞ്ചരിച്ചിലുണ്ട്, പുളിച്ചു തേട്ടലുണ്ട്, വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് കാളിച്ച വരുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ അവളിൽ വളരെയധികം നോട്ടഡായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചില ആളുകളിൽ വായിലൊരു സ്മെല്ല് പോലെ വരുന്നുണ്ട്, പെട്ടെന്ന് ചുണ്ടും വായൊക്കെ ഡ്രൈ ആയി പോകുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ മൈഗ്രെയിൻ ഉള്ള ആളുകൾ എടുത്ത് പറയാറുണ്ട്. അപ്പം അതിൽ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് നോക്കണം. അവർക്ക് ഹൈപ്പർ അസിഡിറ്റി അല്ലെങ്കിൽ ഹൈപ്പോ അസിഡിറ്റി ഉണ്ടോ, അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു മൈഗ്രെയിൻ കുറയ്ക്കുന്നതിനുള്ള, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മെൻ്റൽ സ്ട്രെസ്സ്, ടെൻഷൻ, ഇതൊക്കെ കുറയ്ക്കുന്നതിനുള്ള കാര്യങ്ങളും കൂടി നമ്മൾ അവർക്ക് ആഡ് ഓൺ ചെയ്ത് കൊടുക്കണം. അത് ചിലപ്പോൾ മെഡിസിൻ ആയിട്ട് തന്നെ ആയിരിക്കണം എന്നില്ല, ഫുഡിൽ ചേഞ്ചസ് വരുത്താം. പിന്നെ നമ്മളൊരു റിലാക്സേഷൻ തെറാപ്പി പോലെ നമുക്ക് അവർക്ക് കുറച്ചും കൂടി ഒന്ന് കാമായിട്ടിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മൈഗ്രെയിൻ പേഷ്യൻസിന് ചെയ്തു കൊടുക്കാൻ സാധിക്കും. കാരണം അവർക്ക് ചിലപ്പോൾ ഈ മെഡിസിൻസ് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ അവർ ഓക്കെ ആവണമെന്നില്ല. നന്നായിട്ടൊന്ന് എക്സസൈസ് ചെയ്ത് അവരൊന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നതും, അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെ എന്തായിരിക്കും അവരിൽ നല്ല രീതിയിൽ ഈ ഒരു ബുദ്ധിമുട്ട് കുറച്ചെടുക്കും. അപ്പോൾ നിങ്ങൾ നല്ലൊരു ഫുഡ് റൂട്ടീനും കൂടി ശ്രദ്ധിക്കണം. വെറുതെ നിങ്ങൾ മെഡിസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോവരുത്. അത് പ്രധാനമായിട്ടും പറയാനുള്ളൊരു കാര്യമാണ്. നിങ്ങൾ നല്ലൊരു ഫുഡ് റൂട്ടീൻ, ഈ ഫുഡ് റൂട്ടീൻ അല്ലെങ്കിൽ ഫുഡിനകത്ത് നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എരിവുള്ളത്, സ്പൈസി ആയിട്ടുള്ളത് നിങ്ങൾ ഒഴിവാക്കുക. ഒട്ടുമിക്ക മൈഗ്രെയിൻ പേഷ്യൻസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റും കൂടി എരിവാണ്. എരിവ് നന്നായിട്ട് കഴിച്ച് അവരുടെ കുടലിനൊക്കെ പ്രശ്നം വരിക, വയറിന് പ്രശ്നം വരാം. ഇത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ എരിവുള്ള ഫുഡുകൾ കൂടുതൽ കഴിക്കാതിരിക്കുക. നല്ല പ്രോബയോട്ടിക്സ് ഒക്കെ കഴിക്കണം. തൈര് അല്ലെങ്കിൽ മോര്, യോഗട്ട്,
ഫ്രൂട്ട്സ് മിക്സ്ഡ് യോഗട്ട് ഒക്കെ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ മൈഗ്രെയിൻ ഉള്ള ആളുകൾക്ക് എന്തെങ്കിലും അതായത് ഡയറ്റ് പോലെ എടുക്കണമെന്നൊക്കെ ചോദിക്കാറുണ്ട്. മൈഗ്രെയിൻ പേഷ്യൻസിന് ഡയറ്റിൻ്റെ ഒരു ആവശ്യകതയില്ല. നോർമലി ഉള്ള ഭക്ഷണം നല്ല ഹെൽത്തി ആയിട്ടുള്ള രൂപത്തിൽ, അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ എരിവ് കൂടുതലായിട്ട് വരുന്നത് ഒരു പ്രശ്നമാണ്. അതൊന്ന് ഒഴിവാക്കിയിട്ട് കുറച്ച് എരിവ് കുറച്ചിട്ട് ഫുഡ് കഴിക്കാം. അതൊക്കെയാണ് പ്രധാനമായിട്ട്. ചോക്ലേറ്റ് കൂടുതൽ എടുക്കാതിരിക്കുക, കോഫി പോലുള്ളത് കൂടുതൽ എടുക്കാതിരിക്കുക, അത്തരം ഐറ്റംസുകളൊക്കെ ഒന്ന് മാറ്റി നിർത്തുക. പിന്നെ ചോറൊക്കെ ആണെങ്കിൽ ഒന്ന് ബ്രൗൺ റൈസിലോട്ട് മാറ്റുക, നാരുകൾ കൂടുതൽ അവരുടെ ശരീരത്തിൽ എത്തിക്കുക. അപ്പോൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എടുക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, പിന്നെ നല്ലൊരു ഉറക്കം നിർബന്ധമാണ് മൈഗ്രെയിൻ ഉള്ള ആളുകൾക്ക്. അവർ ഈ ഫോണിൽ കളിച്ചിരുന്ന് അല്ലെങ്കിൽ പുറത്ത് പോയി ലേറ്റായി, ഇതൊക്കെ തന്നെ അവരുടെ ആ ഡെയിലി റൂട്ടീനെ ബാധിക്കും. തലവേദന വരാം. ഇപ്പോൾ നിങ്ങളൊന്ന് ലേറ്റായിട്ട് കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രാവിലെ നിങ്ങൾ പ്രോപ്പറായിട്ട് എണീറ്റൊന്ന് മലം പോവണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായിരിക്കും, വയറിനൊക്കെ അസ്വസ്ഥത വരും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് മൈഗ്രെയിൻ ആയിട്ട് മാറാം. അപ്പോൾ ഈ വയറ്റിന്ന് പോവാത്ത ആളുകളിലും ഈ മൈഗ്രെയിൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം പല രീതിയിലായിട്ട് ആളുകളിൽ മൈഗ്രെയിൻ കാണിക്കാം. അതിന് മുൻപായിട്ട് അവരിൽ സിംറ്റംസും കാണിക്കാം. ഈ സിംറ്റംസ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് പോകുന്ന സമയത്താണ് അത് അടുത്തൊരു കണ്ടീഷനിലോട്ട് പോകുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മൈഗ്രെയിൻ പേഷ്യൻസ് നോക്കേണ്ടതാണ്. ഫുഡ് നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക, സമയം എടുത്തിട്ട് കഴിക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഹെവി ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെ മേലെ മറ്റെന്തെങ്കിലും ഡെസേർട്ടോ മധുരങ്ങളോ ഒന്നും കൂടുതലായിട്ടും ആഡ് ഓൺ ചെയ്യാതിരിക്കുക. ഇതൊക്കെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ മൈഗ്രെയിൻ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, അതുപോലെ തന്നെ കുറേ കാലമായിട്ട് നിൽക്കുന്നതാണ്, കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി.